ഗൈസ് 5 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ദിവസമാണ് ഇന്ന്. ഹോസ്പിറ്റൽ എറണാകുളത്താണ് ഫസ്നാലി ജനനം കൊണ്ടത്. മെയിലും നടക്കുന്നടി മെയിലായിരുന്നു നീ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ലായിരുന്നു ഗൈസ്. ഈ ആഴ്ച എനിക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ക്ലാസ്സിൽ പോയാൽ മതി. അപ്പോൾ ഈ ആഴ്ച ഞാൻ വിചാരിച്ചു എൻ്റെ കോളേജിൽ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് വന്നിട്ടുണ്ട്, ഒറിജിനൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്സ്. പിന്നെ ഞാൻ TC മേടിച്ചിട്ടില്ല. +2 സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ അത് കളക്ട് ചെയ്യാൻ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. വേറെ പരിപാടിയൊന്നുമില്ല, പിന്നെ വേണമെങ്കിൽ ലുലുലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പൊ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവരും ഫ്രണ്ട്സ് ഒക്കെ പോയി മേടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. അപ്പൊ ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഞാനും എക്സൈറ്റഡ് ആണ് ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതെ, ഇപ്പൊ കറന്റ് നമുക്ക് വേറെ പ്ലാൻ ഒന്നുമില്ല. ചിലപ്പോ ഇനി പോണ വഴിക്കായിരിക്കും ഒന്ന് അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ വിചാരിക്കുന്നത്. കറന്റ് ഇപ്പൊ ഒരൊറ്റ പരിപാടിയുള്ളൂ, കോളേജിൽ പോവുക. കറന്റ് വേറൊരു പ്രോബ്ലങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ ഡോറിന്റെ കുറച്ച് ലോക്ക് ഇഷ്യൂ ഉണ്ട്. സോ നമ്മൾ സ്കൂളിൽ പോയി ഉമ്മയെ വിളിച്ചോണ്ട് വരാൻ പോവുകയാണ്. കാരണം ഇത് ലോക്ക് ചെയ്യാൻ, അതായത് നമ്മൾ ലോക്ക് ചെയ്യാതെ പോകുന്നില്ലല്ലോ, അപ്പോഴല്ലേ കള്ളന്മാർ കഴിഞ്ഞാൽ സീനുള്ളൂ. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോയി നമ്മുടെ ഉമ്മയെ വിളിച്ചോണ്ട് വന്ന് ഇവിടെ പോയി ലോക്ക് ചെയ്തിട്ട് ഉമ്മയെ തിരിച്ച് സ്കൂളിൽ കൊണ്ടാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. കമോൺ. ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് ഇന്നോവയാണ് എടുക്കുന്നത്. കാരണം എൻ്റെ നടുകോടി ഇവള് പറഞ്ഞ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഓൾട്ടോയിൽ പോകാം. പക്ഷെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പിടിച്ചാലും നമ്മുടെ സീറ്റിംഗ് കംഫർട്ട് നോക്കണ്ടേ ഗൈസ്. അങ്ങനെ ഒരുവിധം ഗൈസ് ഞാൻ വീട്ടിൽ നിന്ന് ഈ വണ്ടി എടുത്തോണ്ട് ഇറങ്ങി. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒടുക്കത്തെ ട്രാഫിക്കും ഒടുക്കത്തെ വെയിലും. ഇനി നമുക്ക് ഉമ്മയെ പോയി വിളിച്ചോണ്ട് വരാം. ഓക്കെ, ഉമ്മയെ സ്കൂളിൽ നിന്നും വിളിച്ച് വരുത്തി നമ്മുടെ ഡോർ ലോക്ക് ചെയ്തിട്ട് തിരിച്ച് സ്കൂളിലോട്ട് കൊണ്ടാക്കാൻ പോവുകയാണ്. ഗൈസ് അങ്ങനെ നമ്മള് ഉമ്മീനെ സക്സസ്ഫുള്ളി കൊണ്ടെത്തിച്ചു. ഇപ്പൊ ബ്ലോക്ക് ആവൂ. ഇനി നമുക്ക് നേരെ കോളേജിലേക്ക് പോവാം ഗൈസ്. അങ്ങനെ അവളുടെ കോളേജിന്റെ ഉമ്മറത്തെത്തിയിരിക്കുകയാണ്. അവളെന്തോ ഫോട്ടോ കോപ്പി എടുക്കാനാണെന്ന് തോന്നുന്നു. പുറകിലത്തെ ഏതോ കടയിലോട്ട് പോയി. പൊള്ളുന്ന വെയില് ഗ്ലാസ്സിൽ പോലും തൊടാൻ പറ്റുന്നില്ല ഗൈസ്. എന്തായാലും ഇപ്പൊ അവള് വരുമ്പോ നമുക്കിനി ഒഫീഷ്യലി അല്ലേ, അവളിനി വരുമ്പോ നമുക്ക് ഒരുമിച്ച് കോളേജിലോട്ട് കയറാം. എന്നിട്ട് അവളുടെ TCയും എന്തൊക്കെയോ മേടിക്കാനുണ്ട്. ഞാൻ എന്തായാലും പോസ്റ്റ് ആയിരിക്കും. ആ ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇവളുടെ ക്യാൻറ്റീനിൽ കയറിയിരിക്കും. പിന്നെ എന്തായാലും അവള് വരുമ്പോ കാണാം. ഓക്കെ, വന്നു ഗൈസ്, വന്നു. എന്താണ് ഇനി അടുത്ത പരിപാടി? ഇനി നേരെ കോളേജിലേക്ക് പോവാം. ഞാൻ ഒരു നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. 10th +2 സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട്. അതായത് നമ്മളെല്ലാവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം എന്ന് തോന്നുന്നു. ഈ കോളത്തിലെല്ലാം സൈൻ ചെയ്യിപ്പിക്കണം അല്ലേ? ഇത് സ്റ്റാഫ് അഡ്വൈസറാ. ഇതൊക്കെ ആരൊക്കെയൊക്കെയോ. ഇതൊക്കെ എവിടൊക്കെയാ പോയി സൈൻ ചെയ്യണമെന്ന് നിനക്ക് അറിയാവോ? ഇല്ല, അതിന് പോയി കണ്ടുപിടിക്കണം. ID കാർഡ് ഇല്ലാതാണ് അവൾ ഇന്നത്തെ പരിപാടിക്ക് വന്നത്. നീ അപ്പൊ ID കാർഡില്ല, നീ ഇവിടെ പഠിക്കുന്ന എന്തെങ്കിലും പ്രൂഫ് വേണോ? പ്രൂഫ് വേണ്ടേ? പിന്നെ വേണ്ടേ? അവരപ്പോ രജിസ്ട്രേഷൻ നിനക്കല്ലേ ID അറിയാം, നിന്റെ രജിസ്ട്രേഷൻ നമ്പർ രജിസ്റ്റർ ID അല്ലോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോളുടെ കോളേജ്. അറിയോ? ഓക്കെ, ഇതെന്തോ ആർട്സ് ആൻഡ് സയൻസ്. എടി ഇവിടെ നീ പറഞ്ഞിട്ടുണ്ട് ഇവിടാണ് എമ്പുരാന്റെ ഷൂട്ട് നടന്നത്. അത് സത്യമാണോ അല്ലേ? ആണോ? ഇവള് പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെ കമന്റ് ചെയ്യുക ഗൈസ് പ്ലീസ്. എനിക്ക് ഇതുവരെ വിശ്വാസമില്ല. കാരണം ഇവള് പറയുന്ന ഈ ഗ്രൗണ്ടിൽ എന്തോ ചെയ്തിട്ടുണ്ടെന്നാ. എന്തുവാ? അതായത് നമ്മുടെ എമ്പുരാനിൽ നടക്കുന്ന മീറ്റിംഗ് ഒക്കെ ഇല്ലേ, മറ്റേ പക്ഷെ ഇവിടെ മഞ്ജു വാര്യരും പൃഥ്വിരാജും വന്നായിരുന്നു. എന്തിന്? പഠിക്കാനാ അവിടെ ഷൂട്ടിങ്ങിന്. ഇതാണ് ഇവളുടെ എൻട്രൻസ്. ഇവിടെ മൊത്തം ഏതൊക്കെ കോളേജ് ഉണ്ട്? ഇവിടെ ആർക്കിടെക്ട് കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, ആർട്സ് കോളേജ് ഉണ്ട്, MBA കോളേജ് ഉണ്ട്, BEd കോളേജ് ഉണ്ട്. അങ്ങനെ ആർക്കിടെക്ചർ കോളേജിനാണെങ്കിൽ MCAP എന്ന് പറയുന്നല്ലേ? അതെ. ഓക്കെ, അപ്പൊ പോയിട്ട് വരും. നീ കേട്ടില്ലേ? ഞാൻ പോയി എല്ലാം കഴിക്കട്ടെ. ഇതുവരെ ഒന്നും കഴിച്ചില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഫ്രഷ് ജ്യൂസ് മേടിച്ചിട്ട് കേട്ടോ. എന്തോ ഫ്രഷ് ജ്യൂസ് വേണം? എന്തെങ്കിലും വിത്തൗട്ട് ഷുഗർ. പച്ചവെള്ളം മതിയോ വിത്തൗട്ട് ഷുഗർ? ഓക്കെ ഗൈസ്, നമുക്ക് ഇവളെ ഉമ്മറത്ത് തന്നെ കൊണ്ടിറക്കാം. തണലത്ത് അവള് വെയിൽ കൊള്ളണ്ട. ഓക്കെ, പോയിട്ട് അസ്സലാം. എന്തെങ്കിലും ഉണ്ടോ വിളിക്കാട്ടോ. ബ്രിക്കൻ സ്റ്റോക്ക് ഒക്കെ ഇട്ടോണ്ടോ പോകുന്നത്? ടാറ്റ. അങ്ങനെ നമ്മൾ ഫസ്റ്റിനായി അവിടെ ഇറക്കി. ഇനി അവള് ചെയ്തോളൂ അവളുടെ പരിപാടികൾ. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഒപ്പിട്ടും അവിടെ ഇവിടെ. എനിക്ക് തോന്നുന്നു മറ്റേ അതില്ലേ, മറ്റേ എവിടെയും ഡ്യൂ ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി ഓരോരോ എന്തതിന് പറയുന്ന
നമ്മുടെ ലാബുകളിലൊക്കെ പോയി ഒപ്പിട്ട് കൊടുത്ത് ഇവർക്ക് അവിടെ ഡ്യൂ ഇല്ലാന്ന് കാണിച്ച് കോഷൻ ഡിപ്പോസിറ്റ് മേടിച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ച് TC മേടിച്ച് എല്ലാ സാധനവും ആധാരവും മേടിച്ച് ഇവൾ മരിയൻ കോളേജിനോട് ഇന്ന് വിട പറയുകയാണ് ഗൈസ്. ഇപ്പം അപ്പോഴത്തേക്ക് നമുക്ക് പോയി വല്ലതും കഴിക്കാൻ. ഞാൻ ഇതിലൊന്നും കഴിച്ചില്ല. എന്റെ പൊന്നെ ഗൈസ്, ഇന്നുകൊണ്ടൊന്നും തീരത്തില്ലെന്നാണ് ഇപ്പൊ ഫസ്റ്റിനെ വിളിച്ചു പറഞ്ഞത്. അതായത് ഇനിയും എന്തൊക്കെയോ സംഭവങ്ങൾ നമ്മള് ഇപ്പൊ കോഷൻ ഡിപ്പോസിറ്റിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ലെറ്റർ എഴുതി അവിടെ സബ്മിറ്റ് ചെയ്ത് അത് എന്നിട്ട് അത് സെറ്റ് ആകുമ്പോൾ അവര് വിളിച്ച് അപ്പൊ ഒരു ഡേറ്റ് പറഞ്ഞ് ആ ഡേറ്റിൽ നമ്മൾ ഇനി അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്ത് കോഷൻ ഡിപ്പോസിറ്റ് ഒക്കെ വാങ്ങി എന്നിട്ട് ഇവരുടെ ID കാർഡ് തിരിച്ച് സബ്മിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് പോകാൻ പറ്റും. ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. ഷിറ്റ്. അങ്ങനെ ഞാൻ എന്റെ പുറത്തുനിന്നുള്ള ഫുഡ് കഴിപ്പ് ഒഴിവാക്കി അവരെ ക്യാൻറ്റീനിൽ തന്നെ പോയി കഴിക്കാന്ന് വിചാരിച്ചു. സോ നമ്മൾ അവരുടെ ക്യാൻറ്റീനിലോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് കാണാം. ഇത് അവള് തിരിച്ചു വരുമ്പോ മേടിക്കാൻ പറഞ്ഞ പേപ്പറും പേനയും. ഗൈസ്, അപ്പൊ ഞാൻ റിക്വസ്റ്റ് ലെറ്റർ ഒക്കെ എഴുതിയിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി. ഇനി ഇതൊക്കെ കൊടുത്ത സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയി വരും. 2 സ്ഥലത്തുനിന്ന് ഒപ്പ് കിട്ടി. ഇനി എനിക്ക് 3 സ്ഥലത്തുനിന്നും കൂടി ഒപ്പ് കിട്ടാനുണ്ട്. അപ്പൊ ഞാൻ എന്റെ മാമിന്റെ ഇന്ന് ഒപ്പ് മേടിക്കാനുണ്ട്. അപ്പൊ മാമിനെ ഒന്ന് വിളിച്ച് ചോദിക്കണം മാം ഫ്രീ ആണോന്ന്. ഫ്രീ അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഹോസ്റ്റലിൽ ഒപ്പ് മേടിക്കാൻ പോകണം. അവിടെ പോയി ഇപ്പൊ ലൈബ്രറിയിൽ പോയി ലാബിൽ പോയി. ഇനി മാമിന്റെ അടുത്ത് പോകണം, ഹോസ്റ്റലിൽ പോകണം, എന്നിട്ട് തിരിച്ച് ഓഫീസിൽ കൊണ്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ മാമിന്റെ അടുത്ത് ഒന്ന് പോയിട്ട് വരാം. നമ്മളിനി ഞാൻ 4 കൊല്ലത്തോളം താമസിച്ച എന്റെ ഹോസ്റ്റലിലേക്ക് പോവാണ്. അവിടുത്തെ വാർഡന്റെ സൈൻ മേടിക്കാൻ. നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയെന്ന് കാണിക്കാനല്ലേ? അതെ, നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയില്ല. കാരണം ഞാൻ 4th ഇയർ ഞാൻ ഇന്റേൺഷിപ്പിന് മുന്നേ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ബിക്കോസ് ഇന്റേൺഷിപ്പ് ഞാൻ കൊച്ചിയിലാ ചെയ്ത. പിന്നെ തീസിസ് ഞാൻ വന്നു പോവുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് കോഷന്റെ പോസ്റ്റ് ഒക്കെ ഞാൻ ഇവിടെ നന്നേ മേടിച്ചായിരുന്നു. ഇനിയിപ്പോ എനിക്ക് ഇവിടെ വെറുതെ സൈൻ മേടിക്കണം ഹോസ്റ്റൽ വാർഡന്റെ. അപ്പൊ ഞാൻ അത് പോയി മേടിച്ചിട്ട് ഇവിടുത്തെ കഴിഞ്ഞ് ഇനി നമുക്ക് കോഷൻ ഡെപ്പോസിറ്റിന് എന്റെ അതിന്റെ റെസിപ്റ്റ് ഒന്നും ഇല്ല. ഇവര് റെസിപ്റ്റ് ചോദിച്ചു. പിന്നെ ഇതെന്തോ എല്ലാം സൂക്ഷിക്കാൻ ദൃശ്യം 3-ലെ മോഹൻലാൽ നമ്മള് റെസിപ്റ്റും ടിക്കറ്റും സൂക്ഷിച്ചു വയ്ക്കാൻ. അപ്പത്തേക്കും എന്തെല്ലാം സഹിക്കണം ഓരോ കാര്യങ്ങൾ എല്ലാ കോളേജിലും കാണും ഇതുപോലെ കുറെ എണ്ണം. അപ്പൊ റെസിപ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഇനി സ്റ്റാമ്പ് പേപ്പർ മേടിക്കണം. അതായത് റെസിപ്റ്റ് ഇല്ലല്ലോ, അപ്പൊ പകരം ഒരു 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ അവര് മാറ്റർ തരും. നമ്മളത് എഴുതി കൊടുക്കണം. ID കാർഡില് 100 രൂപ ഫൈൻ. അത് സത്യം കേട്ടാ. ID കാർഡ് നമ്മൾ റിട്ടേൺ ചെയ്യണം. ഓക്കെ, സമ്മതിച്ചു റിട്ടേൺ. അപ്പൊ ഞാൻ പറഞ്ഞു TC കിട്ടുമ്പോ റിട്ടേൺ ചെയ്താൽ മതിയോ? അപ്പൊ അത് പറ്റത്തില്ല. പകരം 100 രൂപ അടയ്ക്കാൻ. എന്തൊരു ബിസിനസ് ആണ്. വലിയൊരു കോളേജിൽ 100 രൂപയ്ക്ക്. അപ്പൊ 40 രൂപ ആവുമല്ലോ. ID കാർഡ് ഇല്ലാത്തതിന് 100 രൂപ അടയ്ക്കണം. എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവുള്ള. എന്റെ ID കാർഡ് ഉണ്ട്, പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ള ആരല്ലേ. ഞാൻ എടുത്താനെ. ഇന്ന് 100 രൂപ അടച്ചാല പിന്നെ നമ്മുടെ ആവശ്യം ആയതുകൊണ്ട്. അല്ല, ഇവർക്ക് ID കാർഡ് ആവശ്യമില്ല. ഇവർക്ക് എന്തിനാ ID കാർഡ്? ഇവിടെ സ്കൂള് വിടുന്ന സമയത്ത് എവിടെ പോയാലും മെയിൻ ഞങ്ങള് കാണുന്ന ഒരു കാഴ്ചയാണ് സ്കൂൾ ബസ് വരുന്ന ടാറ്റ. ഒടുക്കം അവളുടെ 5 വർഷത്തെ കഷ്ടപ്പാടുമായി അവൾ വരുന്നു ഗൈസ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എന്റെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോ ഗൈസ് എഴുതിയിരിക്കുന്ന നോക്ക്. She has qualified for the award of degree of Bachelor of Architecture and is placed in first class. എനിക്ക് ഫസ്റ്റ് ക്ലാസ് ആണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രൊവിഷണൽ ആണ്. ഞാൻ വിചാരിച്ച ഒറിജിനലായിരിക്കുന്നു. പ്രൊവിഷണൽ ആണ്. ഒറിജിനൽ വീട്ടിലേക്ക് തന്നെ വരും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴെങ്കിലുമൊക്കെ വരുമായിരിക്കും. അപ്പോൾ പ്രൊവിഷണൽ കിട്ടി. ഇനി എനിക്ക് ആർക്കിടെക്ട് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ കഴിയും. ഞാനപ്പോൾ അതാണ് ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി TCക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പോകണം. പിന്നെ ID കാർഡ് ഇവിടെ കൊടുക്കണം ആയിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ട് ID കാർഡ്. ഞാൻ ഇനി TC മേടിക്കാൻ വരുമ്പോ തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ അപ്പൊ ഇനി എന്തിനൊക്കെ ലെറ്റർ എഴുതി കൊടുക്കേണ്ടത്? ലെറ്റർ TCക്കും കോഷൻ ഡെപ്പോസിറ്റിനും.
അപ്പൊ അതിനി വരുമ്പം നമ്മൾ ID കാർഡും സബ്മിറ്റ് ചെയ്തിട്ട് അത് രണ്ടും പിന്നെ ഈ ഫോമില് അതായത് നമ്മൾക്ക് ഇനി ഇവിടെ ഫീസ് ഒന്നും അടയ്ക്കാനില്ല, ഒരു സ്ഥലത്തും ഹോസ്റ്റലും ഫീസ് ഒന്നും അടയ്ക്കാനില്ല, ഡ്യൂ അതായത് അല്ലെങ്കിൽ ഒരു കോഷൻ ഡെപ്പോസിറ്റ് കുറയ്ക്കത്തില്ല. അപ്പൊ ആ ഡ്യൂസ് ഒന്നും ഇല്ലാന്ന് നമ്മള് ഓരോരുത്തർ പോയി ഒപ്പിടിപ്പിക്കണം. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫൈനലി 4:15 കോളേജും വിട്ടു, എന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഉച്ചക്ക് വന്നത് അങ്ങടോടി ഇങ്ങടോടി നല്ല കുറെ പേര് എന്നെ നോക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട് കുറെ പേര്. അതോ എല്ലിരിക്കുന്ന കൂട്ടും ഇങ്ങനെ നമ്മളെല്ലാരും ബ്ലറാക്കിയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോ അവര് പ്രശ്നം ഉണ്ടാക്കാം. പറഞ്ഞോളൂ. TC ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, TC ക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി റെഡി ആവുമ്പോ വിളിക്കും. അതുപോലെ തന്നെ പിന്നെന്താ ഉള്ളേ, വരുന്നില്ലല്ലോ. കോഷൻ ഡെപ്പോസിറ്റ് എന്റെ അക്കൗണ്ടിൽ തന്നെ വരും. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടച്ചടച്ച് ഫൈൻ ഒരു 100 രൂപ മേടിച്ചു ഗൈസ്. അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ നേരത്തെ. പിന്നെ S9 എന്റെ മാർക്ക് ലിസ്റ്റ് വന്നിട്ടില്ല ഇതുവരെ. S10 വന്ന് S9 വന്നിട്ടില്ല. പിന്നെ അത് മേടിക്കാൻ എന്തായാലും വരേണ്ടി വരും. അപ്പൊ അത് മേടിക്കാൻ വരുമ്പോ തന്നെ TC അവര് റെഡിയാക്കി വെച്ചേക്കും. അപ്പൊ അത് രണ്ടും തന്നെ കഴിഞ്ഞു. പിന്നെ എന്താ, ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി. ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും കോളേജിൽ കൊടുക്കണം, നമ്മൾ +2 10ാം ക്ലാസ് മാത്രം മതി എന്നാണ് വിചാരിച്ചത്. കാരണം എന്താണെന്നറിയോ, എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്റെ എല്ലാ ഡോക്യുമെന്റ്സ് പണ്ട് പോലെ ഞാൻ തന്നെയാ സൂക്ഷിക്കുന്നത്. എന്റെ പാസ്പോർട്ട്, അവളുടെ പാസ്പോർട്ട്, ഇതെന്റെ 10th, ഇതെന്റെ +1 ഇംപ്രൂവ്മെന്റ്, പിന്നെ ഇത് S1 S2 S3 S4 അങ്ങനെ എല്ലാ സെമസ്റ്ററിന്റെ മാർക്ക് ലിസ്റ്റ്, പിന്നെ ഇതെന്റെ NSSന്റെ, ഇതെന്റെ ആദ്യമായിട്ട് ഞാൻ ഇന്റേൺഷിപ്പിന് പോയോടത്തെ കംപ്ലീഷൻ, ഇതെന്റെ S10, ഇത് +2 കണ്ട ഗൈസ്, ഫുൾ A+. എല്ലാം ഞാൻ തന്നെ. ഇതാണ് എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്. കണ്ട എന്ത് ക്ലീൻ. എന്റെ ഒക്കെ ഫുൾ ചെതലരിച്ചണക്കിരിക്കുക. എവിടെ ജനിച്ച? ലിസി ഹോസ്പിറ്റൽ എറണാകുളത്താണ് ഫാസ്നാലി ജനനം കൊണ്ടത്. മെയിലും നടക്കുന്നടി, നീ മെയിലായിരുന്നു നീ.